അമ്മ അല്ല അമ്മ എന്താ ജോലിയൊക്കെ കഴിഞ്ഞില്ല പിന്നെ എന്താ ഇവിടെ ഇങ്ങനെ നിക്കണ? ഞാൻ എന്റെ ദേഷ്യവും സങ്കടവും സന്തോഷവും എല്ലാം തീർക്കുന്നത്. അമ്മ അവള് ഞാനായിട്ട് ഒരു കുഴപ്പമില്ല അമ്മ. പിന്നെ ഇവിടെ ഈ വീട്ടിലെ കാര്യം ആലോചിച്ച് എല്ലാവരെ പോലെ തന്നെ എനിക്ക് കുറച്ച് ടെൻഷൻ കൂടുതലാ. അത് അവള് മനസ്സിലാക്കണില്ല. അവളുടെ ടെൻഷനൊക്കെ ഞാൻ മനസ്സിലാക്കണ്ടല്ലോ. ഞാൻ പറ്റണ അത്രയും രണ്ടായിട്ട് അടിക്കാണ്ട് പ്രശ്നമില്ലാണ്ടിരിക്കാനാണ് ഞാൻ നോക്കണത്. ജീവിതം എന്ന് പറയുമ്പോൾ അങ്ങനെയാടാ, ഒരുപാട് പ്രശ്നങ്ങളുണ്ടാവും. നമ്മൾ അതിനെയൊക്കെ തരണം ചെയ്ത് മുന്നോട്ട് പോകുന്നതാണ് ഏറ്റവും വലിയ വിജയം. അമ്മ എനിക്കറിയാം അമ്മയ്ക്കാണ് കൂടുതൽ ടെൻഷനും പ്രഷറും എല്ലാം ഭ്രാന്തെടുത്ത് പിടിച്ചിരിക്കണം. എനിക്ക് നന്നായിട്ട് അറിയാം. സത്യം പറഞ്ഞൊന്ന് അമ്മേൻ്റെ ഒപ്പം ഇരുന്ന് സമാനിപ്പിക്കാൻ പോലും എനിക്ക് പറ്റാത്ത അവസ്ഥയായി. അതൊന്നും കുഴപ്പമൊന്നുമില്ല. എൻ്റെ സങ്കടമൊന്നും ഒരിക്കലും മാറാനൊന്നും പോകുന്നുണ്ട് പ്രശ്നങ്ങളും ഇല്ല അമ്മ. അതൊക്കെ എന്തായാലും കലങ്ങി അടിപൊളിയാകും. അമ്മ പറയാറില്ലേ ഒരു ശുഭപ്രതീക്ഷ എപ്പോഴും നമ്മൾ കണ്ടുവെക്കണം അല്ലേ? ആ പ്രതീക്ഷയിലേ നമ്മളെല്ലാം ജീവിക്കണത്. അമ്മ ചേട്ടാ ചേട്ടാ എന്താ ഞാൻ കുഴിപ്പടത്ത് പോവാ. വേറൊന്നും കൊണ്ടല്ല, ഇപ്പോഴത്തെ ഈ ഒരു സാഹചര്യത്തിൽ ഞാൻ ഇവിടെ നിൽക്കുന്നത് ശരിയല്ല എന്ന് തോന്നി. അത് മാത്രമല്ല, ഈ എല്ലാവരുടെ കാര്യത്തിൽ കയറി അഭിപ്രായം പറയുന്നൊരു സ്വഭാവമാണല്ലോ എൻ്റെ. അതുകൊണ്ട് എന്റെ വീട്ടിലിരിക്കില്ല റോളൊന്നുമില്ല. അപ്പൊ ഞാൻ വിചാരിച്ചു കുറച്ച് ദിവസത്തേക്ക് കുഴിപ്പടത്തേക്ക് മാറി വെക്കാമെന്ന്. അതെ വിചാരിക്കടി, കറക്റ്റ് സമയം മാറി വയ്ക്കാൻ പറ്റിയ സമയമായിട്ടോ. ഇങ്ങനെ തന്നെ പോണേ ചെല്ലി പോ കുഴിപ്പള്ളത്തോട്ട് പോ. അല്ല ലച്ചു കുഴിപ്പള്ളത്തേക്ക് പോവാണെന്ന്. കുഴിപ്പള്ളത്ത് പോണ കാരണം അവള് പോട്ടെന്ന് എന്തിനെ പിടിച്ചിരുത്താൻ നോക്കണേ? ഒരു കണക്കിന് പോണയാണ് നല്ലത്. പിന്നെ പല കണക്കിന് നോക്കുമ്പോ പോവാതിരിക്കുന്നതാണ് നല്ലത് അല്ലേ? ഓ നിനക്ക് ഞാൻ ഭക്ഷണം ഉണ്ടാക്കി തരുന്നതായിരിക്കും പല കണക്കിൽ വരുന്നത്. ചേച്ചിക്ക് പോണെങ്കിൽ ഇപ്പൊ ഇറങ്ങി പോവാ. പക്ഷെ ഒരു കാര്യം, പിന്നെ മേലെ ഈ വീടിന്റെ പടി കടന്നു പോരും. നിന്റെ അടുത്ത് ഞാൻ പല തവണ പറഞ്ഞിട്ടുണ്ട്, മുഖത്ത് ഈ മീശ മര്യാദയ്ക്ക് കിളിക്കാണ്ട് വലിയ കാര്യത്തിലൊന്നും അഭിപ്രായം പറയാൻ നിൽക്കരുതെന്ന്. ലച്ചു നിനക്ക് പോണെങ്കിൽ പോ, വെറുതെ എന്തിനാ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിട്ട് പോണത്? അവളെവിടെ ഏട്ടാ? റൂമിലുണ്ടോ? ഓ റൂമിലുണ്ട്. എടി നീ ഇപ്പൊ പോകണ്ട എന്തിനാണ്? ഞാൻ പറഞ്ഞില്ലേടാ അവള് പോട്ടെ. അവളെന്നല്ല ഈ വീട്ടിലെല്ലാവരും പോട്ടെ. ഞാൻ ഭയങ്കര സന്തോഷത്തിൽ നിൽക്കല്ലേ. എല്ലാരും ഇവിടെ നിന്ന് ഇറങ്ങിപ്പോയാൽ എനിക്ക് കുറച്ചും കൂടെ സന്തോഷം കൂടും. എന്താ അമ്മ ഇങ്ങനെയൊക്കെ പറയണേ? അമ്മയ്ക്ക് തോന്നുന്നുണ്ടോ ഞാൻ പോവൂന്ന്? അല്ലെങ്കിൽ ഈ ഒരു സാഹചര്യത്തിൽ ഞാൻ അമ്മേനെ ഒറ്റയ്ക്കാക്കിയിട്ട് പോവോ അമ്മേ? അയ്യേ വെറുതെ സമയം കളയാനായിട്ട്. അമ്മ എനിക്ക് ആദ്യം പറയാം ഇതൊന്നും പോകാൻ പോണില്ലെന്ന്. ഇത് ചുമ്മാ ഷോ, നമ്മുടെയൊക്കെ ഈ ശ്രദ്ധ പിടിച്ചു പറ്റാനുള്ള ഷോ. ഓ ഇയാള് പിന്നെ ഷോ ഒന്നും കാണിക്കാറില്ലല്ലോ അല്ലേ? അമ്മ ഞാനിന്ന് പുറത്തു പോകുന്നുണ്ട്. വേറൊന്നല്ല, ചെറിയൊരു ഫംഗ്ഷൻ. ഇന്ന് പെട്ടെന്ന് തല അണിച്ചിട്ട് വരാം. നമ്മുടെ കമ്പനിയുടെ കഴിഞ്ഞ വർഷത്തെ അച്ചീവ്മെന്റ് ഫംഗ്ഷനാണ്. അവള് വരണില്ല. അപ്പോ എന്തിനു ലിക്കറൊക്കെ ഉള്ള പാർട്ടിയാണ്. പോയിട്ട് ഞാൻ പെട്ടെന്ന് വരാം. ഓക്കെ കല്യാണമൊക്കെ കഴിഞ്ഞത് വിചാരിച്ചിട്ടേ രണ്ടെണ്ണം അടിച്ചിട്ട് വരാന്നൊക്കെ ഉള്ള മൈൻഡൊക്കെ ആണെങ്കിൽ അതൊന്നും വേണ്ട കേട്ടോ. അത് നിന്റെ ഹസ്ബൻഡ് അങ്ങ് ഗൾഫിൽ നല്ല ലിക്കർ അടി ആയിരിക്കും. തിരിച്ചു വരുമ്പോ അമ്മ മിക്കവാറും ഡി അഡിക്ഷൻ സെന്ററിൽ ഉണ്ടാക്കേണ്ടി വരും. ബൈ. ആ മോളെ പപ്പ എത്തി. ആ കുറച്ച് ലേറ്റായി. മോള് പെട്ടെന്ന് വാ, നമുക്കൊന്ന് ടൗണിൽ പോയിട്ട് വരാം. 1 മണിക്കൂറല്ലേ മോളെ? മോള് റെഡിയല്ലേ? പെട്ടെന്ന് വാ. വാ മോളെ പെട്ടെന്ന് പോവാ. വേണോ പപ്പ? ഇനിയിപ്പോ ഇത്ര രാത്രിയായില്ലേ? 7:30 മണിയല്ലേ ആയിട്ടുള്ളൂ. 8:30 ആകുമ്പോഴേക്കും ഞാൻ മോളെ തിരിച്ചു കൊണ്ടുവന്നാക്കാം. 1 hour. മോള് വാ പെട്ടെന്ന് കയറി. പപ്പ ഞാൻ ഇവിടെ ആരോടും പറഞ്ഞിട്ടില്ല. വിഷ്ണു ഇവിടെ ഇല്ല. അവനോട് പോയി ഒരു ഫംഗ്ഷന് പോയേക്കുവാ. അതേതായാലും നന്നായി. ഇന്നോട് വരെ പ്രശ്നമൊന്നും ഉണ്ടായില്ലല്ലോ. ഇന്നിവിടെ പ്രത്യേകിച്ച് പ്രശ്നമൊന്നും ഉണ്ടായില്ല. അല്ല മമ്മി വീട്ടിലില്ലേ? മമ്മി വീട്ടിലില്ല, ഒരു മീറ്റിങ്ങിന് പോയിരിക്കുക. നമ്മുടെ കമ്പനീസിന്റെ മാനേജേഴ്സിന്റെ കൂടെ ഒരു മീറ്റിംഗാ. അല്ല പപ്പ ഇനി ലേറ്റ് ആയിട്ട് മമ്മി തിരക്കൂലേ? ഇല്ലെന്നേ, ഞാൻ ലേറ്റ് ആവുന്ന് പറഞ്ഞു മോളെ. മോള് വാ നമുക്ക് പെട്ടെന്ന് പോകാറ്. വിഷ്ണുവോട് എന്നാലൊന്ന് പറയാറുണ്ട്. ആരോടും ഒന്നും പറയേണ്ട കാര്യമില്ല. എന്തിനാ എല്ലാവരോടും പറയുന്നത്? നമുക്ക് എപ്പോഴും ഒരു അപ്പർ ഹാൻഡ് വേണം, മനസ്സിലായല്ലോ? ആ ഫാമിലിനെ നമ്മുടെ താഴെ വെക്കണം മോളെ. നമ്മളായിരിക്കണം മോളിൽ എപ്പോഴും. അതിന്റെയൊക്കെ ആവശ്യമുണ്ടോ പപ്പ? ഇവിടെ അമ്മയ്ക്ക് എന്നോട് എന്തൊരു സ്നേഹമാണെന്നറിയോ, എന്തൊരു പരിഗണനയാണെന്നറിയോ എന്നോട്? ആർക്ക് വേണം ഇവരുടെ സ്നേഹവും പരിഗണനയൊക്കെ? ഒക്കെ നമ്മുടെ പണത്തിൽ കൺവിച്ചിട്ടുള്ളതാ. അങ്ങനൊന്നും അല്ല പപ്പ. അങ്ങനെയാണെങ്കിൽ പപ്പ ബ്ലാങ്ക് ചെക്ക് കൊടുത്തപ്പം അമ്മയ്ക്ക് മുഖത്തോട് വലിച്ചേരേണ്ട ആവശ്യം ഉണ്ടായിരുന്നു? അതൊക്കെ അവരൊരു നമ്പറല്ലേ മോളെ.
വെയിറ്റ് ചെയ്താൽ കൂടുതൽ കിട്ടുന്ന അവർക്ക് നന്നായിട്ട് അറിയാം. അതാ മോള് വാ കേറ്. അപ്പൊ ഞാൻ തിരിച്ചു വരുമ്പോ ഇനി ഇവരോട് എന്ത് പറയും? പപ്പയുടെ കൂടെ പോയി തന്നെ പറയണം. എന്താ പ്രശ്നം? മോളെ നമ്മൾ നല്ല ഫ്രീഡം തന്നിട്ട് തന്നെയല്ലേ വളർത്തിയത്.